ഫോർട്ട് കൊച്ചി അമരാവതിയിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ആളപായമില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. നവമി ദിനേശ് ഉണ്ട്. നവമി, തീ നിയന്ത്രിക്കാനായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആളപായമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ഇലക്ട്രിക് സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ വീടുകളുള്ളത് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നു. അതിന് മുന്നോടിയായി ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഫയർഫോഴ്സ് കൂടുതൽ യൂണിറ്റുകളും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും. ഈ ഫോർട്ട് കൊച്ചി അമരാവതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് അടക്കം വിൽക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണ ശാലയ്ക്ക് തീ പിടിച്ചിരിക്കുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ അപകട കാരണമെന്ന് ഒരു നിഗമനമാണ് അവർ പറയുന്നത്. ഈ രാത്രിയായതിനാൽ സ്ഥാപനം അടച്ച് ഉടമ വീട്ടിലേക്ക് പോയിരുന്നു. അതിനിടയിലാണ് തീ ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫോർട്ട് കൊച്ചി ഫയർഫോഴ്സ് അവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം മട്ടാഞ്ചേരിയിലുള്ള ഫയർഫോഴ്സും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ തീ ആളിപ്പടരുന്നതിനാൽ കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമുണ്ട്. ഒപ്പം സമീപ പ്രദേശത്തുള്ളവർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതുവരേക്കും ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടിയാണ്. ഈ ഫോർട്ട് കൊച്ചി അമരാവതി എന്ന് പറയുന്ന പ്രദേശം, നവമി, ഒരുപാട് കടകളും ഒക്കെയുള്ള സ്ഥലമാണോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കൂടുതൽ കടകളിലേക്ക് ഈ തീ പടർന്നു പിടിക്കാനുള്ള പശ്ചാത്തലമുണ്ടോ അവിടെ? രഞ്ജിത്ത്, അതാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്. ഈ കടയോട് ചേർന്ന് തന്നെ നിരവധി വീടുകളുണ്ട്. തീ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ പടരുന്നുമോ ഉള്ള ഒരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം തീ അണയ്ക്കാനുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റുകളും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് മട്ടാഞ്ചേരിയിൽ നിന്നുള്ളതും ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ളതുമായിട്ടുള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സമീപ പ്രദേശത്തുള്ളവരെ, അതായത് തൊട്ടടുത്തുള്ള വീടുകളിൽ ഉള്ളവരെയൊക്കെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശവും അവിടെ നൽകിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അവരുടെയും ഒക്കെ സഹായം ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സ് തേടിയിട്ടുണ്ട്. ഇതുവരേക്കും ആളപായമൊന്നുമില്ല. അടുത്തുള്ള ആളുകളോടൊക്കെ ഒരു ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ തീയും പുകയുമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം സമീപത്തുള്ളവർക്ക് കൊടുക്കുകയും ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമവും തുടരുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിന് മുൻപാണ് നാട്ടുകാരാണ് ഇവിടെ തീ ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഈ കടയുടമ കട അടച്ച് വീട്ടിൽ പോയ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലൊരു അപകട കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പക്ഷെ അതിൽ പരിശോധന വേണ്ടിവരും. എന്തായാലും പ്രാഥമിക ഘട്ടം എന്നോണം ഫയർഫോഴ്സ് ഈ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു തീപിടുത്തം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വലിയ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നു ആ മേഖലയിൽ എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. വലിയ തോതിൽ തീ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണതെന്ന് കൂടി ചേർത്ത് വെക്കണം. വലിയ തീനാളങ്ങൾ കാണാം. ഇപ്പോൾ അവിടെ എത്തിയ ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് ഇത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? രഞ്ജിത്ത്, അതൊരു ആശങ്ക ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫയർഫോഴ്സുകളുടെ സഹായം കൂടി തേടിയിട്ടുള്ളത്. ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ഒപ്പം ഫോർട്ട് കൊച്ചിയിലെ ഫയർഫോഴ്സ് സംഘവുമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇവരാണിപ്പോൾ തീ അണയ്ക്കാനുള്ളൊരു ശ്രമം, അതിതീവ്രമായിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഈ കടയിൽ ആളില്ലാതിരുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ആ ദൃശ്യങ്ങൾ കാണാം, ഒരു വലിയ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. വലിയ രീതിയിൽ തീയും പുകയുമാണ് ഉയരുന്നത്. ഈ നാട്ടുകാരാണ് ആദ്യം ഈ തീ പടരുന്നത് കാണുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ഫയർഫോഴ്സ് കൂടുതൽ യൂണിറ്റുകളെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ മറ്റ് യൂണിറ്റുകളും കൂടി അവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൊട്ടടുത്തൊക്കെ വീടുകൾ ഉള്ളതിനാൽ ആളുകളൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവർക്കുമൊക്കെ വലിയ രീതിയിൽ ഭയമുണ്ട് വീടുകളിലേക്ക് ഈ തീ പടരുമോ എന്ന്. കാരണം അത്ര ഉയരത്തിലാണ് ഈ തീയും പുകയും ഒക്കെ പടർന്നു പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിച്ചേരും. ഒപ്പം ഈ തീ അണയ്ക്കാനുള്ള ശ്രമവും അത് തീവ്രമായി തന്നെ തുടരുന്നുണ്ട്. ഈ കടയിൽ ആളില്ലാഞ്ഞത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ സമീപത്ത് താമസിക്കുന്നവർക്ക്
അത് ഈ തീ ഇത്രയും ആളിപ്പടരുന്നത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഈ കടകളുടെ സമീപം തന്നെ നമുക്കറിയാം ഫോർട്ട് കൊച്ചി അമരാവതി ഭാഗമൊക്കെ നല്ല തിങ്ങി നിരിങ്ങി വീടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. വീടുകളും കടകളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആളുകളൊക്കെ പുറത്തിറങ്ങി വലിയ ആശങ്കയോടെയാണ് നിൽക്കുന്നത്. വീടുകളിലേക്കൊക്കെ തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഈ തീ അണയ്ക്കുവാനും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇത് അണയ്ക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് സംഘം വ്യക്തമാക്കുന്നത്. ഇതുവരേക്കും ആളപായം ഇല്ല എന്നുള്ളതും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. രഞ്ജിത്ത്, ശരി, അമരാവതിയിലാണ് ഫോർട്ട് കൊച്ചിയിലെ അമരാവതിയിലാണ് ഇലക്ട്രിക് കടയ്ക്ക് തീ പിടിച്ചത്. വലിയ തീനാളങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.